രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18 ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ. തലയും വാലുമില്ലാത്ത ചാറ്റുകളെന്നും യുവതി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്തു വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സാക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. നാളെ വിധി പറയും. സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടി. നിർണായക വിവരങ്ങൾ ന്യൂസ് 18. കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലും സമ്മിറ്റുകൾ സംഘടിപ്പിച്ചു. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു തന്നെ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ MLA-മാർ റോഷിക്കൊപ്പം. മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകമെന്ന് ജോസ് കെ മാണി. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോളൂ. സമവായ ചർച്ചകളിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശൻ.